103 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. എത്ര വലിയൊരു ആത്മീയ അനുഭവമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ചു എന്ന് കഥ പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു കഴുകൻ തൻ്റെ ശക്തി പുതുക്കുന്നത് പോലെ നിന്റെ ലൈഫിൽ ഒരു പുതുമ ഉണ്ടാകാൻ പോകുകയാണ്. കഴുകൻ കുറച്ചു നാൾ പറന്നു കഴിയുമ്പോൾ അതിലെ തൂവലുകളുടെ ബലമൊക്കെ ക്ഷയിക്കും. അതിലെ തൂവലുകൾ പലതും കൊഴിഞ്ഞു പോകും. ആ കഴുകൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു പാറയുടെ പുറത്ത് പോയി കിടന്ന് ആ ചിറകിട്ട് പാറപ്പുറത്ത് അടിച്ച് ബാക്കി തൂവലൂടെ പൊഴിച്ചു കളയും. തൂവലുകളെല്ലാം പൊഴിഞ്ഞ് ആ വെയിലത്ത് ആ പാറപ്പുറത്ത് ആ കഴുകൻ കിടക്കും. അല്പ ദിവസം കഴിയുമ്പോൾ ആ കഴുകന് പുതിയ തൂവലുകൾ വരും. മുഴുവൻ തൂവലുകളും പോയ ഈ കഴുകനെ നോക്കി പലരും പറയും, സ്തോത്രം, ഇതോടെ തീർന്നു, ഇനി അവൻ പൊങ്ങത്തില്ലെന്ന് പറയും. എന്നാൽ അല്പ ദിവസത്തിനുള്ളിൽ അവന് പുതിയ ചിറക് വരും, പുതിയ തൂവല് വരും. സ്തോത്രം, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുന്ന പോലെ അവൻ മുകളിലേക്ക് പറന്നുയരും. എന്താ ഇവിടുത്തെ സന്ദേശം? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും എന്ന് പറഞ്ഞാൽ, നീ അസ്തമിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ, അവസാനിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ, ഇനിയും മുന്നേറ്റമില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അല്പ ദിവസങ്ങളിൽ ആ പാറയുടെ ചൂട് പിടിച്ച് ആ പാറപ്പുറത്ത് കടന്ന് നിന്റെ ചിറകിട്ട് തല്ലുന്നത് പോലെ നീ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഹൃദയമൊന്ന് തകർക്കപ്പെട്ടാൽ, അല്പ ദിവസത്തിനുള്ളിൽ ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ഒരു കഴുകന് പുതിയ തൂവല് വരുന്നത് പോലെ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുക, നിന്റെ ജീവിതത്തിൽ പുതിയ എന്തൊക്കെയോ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. നിന്റെ ചിറകടി അവസാനിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ ചിറകടിച്ച് കയറുവാൻ, മുകളിൽ പെയ്തിറങ്ങാൻ കൊതിക്കുന്ന മഴയുടെ കാർമേഘ പാളികൾക്ക് മുകളിൽ പറന്നു കയറി പ്രതിസന്ധികൾ തന്നെ ലൈഫിൽ ഏൽക്കാതെ വണ്ണം ആ കഴുകൻ പറന്നുയരുന്നത് പോലെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച തരും. നമുക്ക് പറയാം, നിന്റെ വായ്ക്ക് ദിവസങ്ങളിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. പ്രശ്നങ്ങൾ നിന്റെ മീതയല്ല, നീ പ്രശ്നങ്ങളുടെ മീതയാണ്. പ്രശ്നം നിന്റെ കാൽക്കീഴിലാകും. കാരണം നിനക്ക് ലഭിച്ച ശക്തി ഉയരത്തിലെ ശക്തിയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ എൻ്റെ വായ്ക്ക് സ്വർഗീയ നന്മ കൊണ്ട് തൃപ്തി വരുത്തണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവസാനിച്ചെന്നും തീർന്നുപോയെന്നും കഥ പറഞ്ഞവരുടെ നടുവിൽ യേശുവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പുതിയ ചിലത് ദൈവം തരാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ ചിറകടിച്ച് കയറാൻ പോകുന്നുണ്ട്. സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലെ നിരാശ, സങ്കടം എല്ലാം മാറിപ്പോകട്ടെ. പ്രത്യാശയുടെ സമൃദ്ധി അവരുടെ അകത്ത് വ്യാപരിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കഴുകൻ ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഗോഡ് ബ്ലസ് യു.